ഹലോ ഫ്രണ്ട്സ്, എ ബി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു സിമ്പിളായിട്ടുള്ള തക്കാളി കറി ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു തക്കാളി കറി കേട്ടോ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനായിട്ട് 4 അധികം വലിപ്പമില്ലാത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് കുരുകുരാന്ന് അരിഞ്ഞ്, പിന്നെ ഒരു സവോള അതും കുരുകുരാന്ന് അരിയുക, 4 വെളുത്തുള്ളി ചതച്ചിടുക, ഇഞ്ചി ചതച്ചിടുക, പച്ചമുളക് 2 എണ്ണം നടുവേ കീറിയിടുക, ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓൺ ആക്കുക. ഇപ്പോഴാണ് നമ്മൾ തീ കത്തിക്കണത്. ഇനി നമുക്കത് മൂടി വയ്ക്കാം. നന്നായിട്ട് തിളവന്നം. അതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയിലേക്ക് 2 തുള്ളി പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് മിക്സി കഴുകിയതിൻ്റെ വെള്ളം കേട്ടോ. അപ്പം അതും അതിനകത്ത് തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വയ്ക്കാം. കറിയിലേക്ക് വറുത്തൊഴിക്കാനായിട്ടുള്ളത് തയ്യാറാക്കാം. അതിന് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഊറ്റുക. കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് ഊറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തേക്കും യോജിപ്പിക്കുക. ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കറിയിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ്